നമസ്കാരം. ഹിന്ദുത്വത്തിന് വേണ്ടി ശക്തമായി പോരാടിയ സന്യാസിയാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹവുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഹിന്ദുധർമ്മ പരിഷത്ത് അധ്യക്ഷൻ ശ്രീ ഗോപാൽജി. സംപൂജ്യ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ പദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ആഹ്വാനം കൊണ്ട് ത്രസിച്ച യുവാക്കന്മാർ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്തു ചാടി. സംപൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദജിയുടെ ഭഗവത്ഗീതയിലൂടെയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോടിക്കണക്കിന് യുവാക്കന്മാർ ഹൈന്ദവതയെ ഉറ്റുനോക്കാൻ തുടങ്ങി. കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും ഹിന്ദുക്കളുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ സഞ്ചരിച്ച സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ആവേശവും ഉണർവും കൊടുത്തു. ഏതെല്ലാം സമയത്ത് ഹിന്ദു സമൂഹം വിഷമത്തിലകപ്പെട്ടുവോ ആ സമയത്തെല്ലാം അവർക്ക് ആവേശം പകർന്നു കൊടുക്കാൻ സത്യാനന്ദ സരസ്വതി തിരുവടികൾ മുമ്പോട്ട് വന്നു. നിലയ്ക്കൽ പ്രശ്നം നടന്ന സമയത്ത് ആ ധർമ്മശക്തികൾക്കെതിരെ പോരാടാൻ മുന്നോട്ട് നിന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളായിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ള ചെറുപ്പക്കാർ അന്ന് ആ പ്രശ്നവുമായി സ്വാമിയെ സമീപിച്ച സമയത്ത് അവർക്ക് ആവേശം പകരാൻ ഞാനുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട് ഈ ധർമ്മവിരുദ്ധ ശക്തികൾക്കെതിരെ പോരാടാനെന്ന് അവർക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും പകർന്നു കൊടുത്തത് സ്വാമിജിയായിരുന്നു. ആ സമരത്തിൻ്റെ വലിയൊരു പ്രത്യേകത അത്രയും കാലം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ട് ക്രിസ്ത്യൻ പാതിരിമാരുടെ പള്ളിയിലേക്ക് അരമനയിലേക്ക് ചെല്ലുന്ന ഹിന്ദു സമൂഹത്തെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ സ്വാമിജിയുടെ ധൈര്യസമേതമായ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിൻ്റെ ഫലമായി പ്രശ്നം പരിഹരിക്കാൻ പാതിരിമാർ ആശ്രമത്തിലേക്ക് വന്ന ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. അവർ ചരിത്രം തിരുത്തിയെഴുതുകയായിരുന്നു. അതേപോലെ തന്നെ പാലുകാച്ചിമലയിൽ നിന്ന് സ്വാമിയുടെ യാത്ര, തച്ചുടയ്ക്കപ്പെട്ട ക്ഷേത്രം, ആ ക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അതേപോലെ പാപ്പാവേദി പ്രശ്നവുമായി ഉണ്ടായ സംഭവം, മാർപ്പാപ്പ വന്ന സമയത്ത് ആ വേദി അതിൻ്റെ സ്മാരകമായി ശംഖുമുഖത്ത് ആറാട്ടുകടവിൽ സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ച സമയത്ത് അത് നടക്കില്ല എന്ന് ധൈര്യസമേതം വിളിച്ചു പറഞ്ഞ സ്വാമിജിയായിരുന്നു. ആ ധൈര്യത്തിൻ്റെ മുമ്പിൽ, ആത്മവിശ്വാസത്തിൻ്റെ മുമ്പിൽ, പതറാത്ത ആഹ്വാനത്തിൻ്റെ മുമ്പിൽ ആ തീരുമാനമെടുത്തവർ മുട്ടുമുടക്കി അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഫലം തിരുവനന്തപുരത്ത് മാത്രമല്ല കോട്ടയത്തുണ്ടാക്കാൻ പോയിരുന്ന അവരുടെ സ്മാരകവും പൊളിക്കപ്പെട്ടു. അതാണ് സത്യം. ഭീകരവാദികളായുള്ള ഇസ്ലാമിക തീവ്രവാദികൾ പൂന്തിറയിൽ ഉറഞ്ഞു തുള്ളിയപ്പോൾ, ഹിന്ദു ഭവനങ്ങൾ തീവെച്ച് നശിപ്പിച്ചപ്പോൾ ആളിക്കത്തുന്ന തീയിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തത് അവരുടെ രോദനം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് ഇവർക്കെതിരെ പോരാടാൻ യുവാക്കന്മാർക്ക് ആവേശം പകർന്നു കൊടുത്തത് സ്വാമിജിയായിരുന്നു. അതേപോലെ തന്നെ
അവിടെ മർദ്ദനമേറ്റ് ജീവച്ഛവമായി മരണപ്പെടുമെന്ന് കണ്ട പോലീസുകാരനെ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയും സ്വാമിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഈ വിധത്തിൽ ഹിന്ദുക്കൾക്ക് ഏതെല്ലാം സമയത്ത് അവർക്ക് അപകടം സംഭവിക്കുകയോ അവർ നിരാശരാകുകയോ ചെയ്യുന്ന സമയത്ത് ആ നിരാശയിൽ നിന്ന് അവരെ ആവേശത്തോടെ മുന്നോട്ട് വരാൻ പ്രേരണ കൊടുത്തത് സ്വാമിജിയായിരുന്നു നമുക്ക് കാണുന്നു. സ്വാമിജി തുടങ്ങി വെച്ച ഒരു വലിയ സംഭവമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. ആ സമ്മേളനത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സമ്മേളനത്തിൻ്റെ പ്രാധാന്യം മാത്രമല്ല. ഇന്ന് സ്വച്ഛ് ഭാരത് എന്നുള്ളൊരു പദ്ധതി ഭാരത പ്രധാനമന്ത്രി ആവിഷ്കരിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ തെരുവീഥികൾ വൃത്തിയാക്കിക്കൊണ്ട് ചൂല് കയ്യിലേന്തി ആ സ്വാമിജിയോടൊപ്പം രാജമാതാ വിജയരാജ സിന്ധ്യ, അന്ന് പാർലമെൻറ്റ് മെമ്പറായിരുന്നു അവരും ചൂല് കയ്യിലേന്തി വൃത്തിയാക്കിയ സംഭവങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ കണ്ടതാണ്. രാജമാതാ വിജയരാജ സിന്ധ്യയോടൊപ്പം സ്വാമിജി വൃത്തിയാക്കുകയും മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് അതൊരു മഹാസംഭവമായിരുന്നു. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഭാരത പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതി ആവിഷ്കരിച്ചത്. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഹിന്ദുത്വത്തിന് വേണ്ടി, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി, അവരുടെ ഇടയിലെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി യാതനയും വേദനയും അനുഭവിച്ച ആളുകളെ ആദരിക്കാനും സ്വാമിജി തയ്യാറായിരുന്നു. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരെ സൃഷ്ടിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്തപ്രചാരകനായിരുന്ന കെ ഭാസ്കർറാവുവിന് വനവാസി വിഭാഗത്തിനിടയിൽ പ്രവർത്തിച്ച സേവാ പ്രവർത്തനത്തിന് സേവാ പുരസ്കാരം കൊടുത്തത് സ്വാമിജി ആയിരുന്നു എന്ന് ഇത്തരത്തിൽ സ്മരണീയമാണ്. അന്ന് ഭാസ്കർറാവുജിക്ക് ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് അന്നത്തെ പ്രാന്തപ്രചാരക സേതുവേട്ടനാണ് ആ പുരസ്കാരം ഏറ്റുവാങ്ങിച്ചത്. ഈ വിധത്തിൽ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉള്ള ഹിന്ദുക്കളെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുവരാനും അതിനെ ഏത് ശക്തിയാണോ എതിർക്കുന്നത് ആ ശക്തികളെ വളരെ അതിലും വലിയ ശക്തിയോടുകൂടി ആ ശക്തി ആവാഹിച്ചുകൊണ്ട് അവർക്കെതിരായി പോരാടാനും സ്വാമി തയ്യാറായിരുന്നു. സ്വാമിജി നടത്തിയ ആ സമ്മേളനം പിൽക്കാലത്ത് സ്വാമിജിയുടെ സമാധിക്ക് മുമ്പ് തന്നെ എന്തോ കാരണങ്ങളെ കൊണ്ട് അത് നിന്നുപോയി. പക്ഷേ നിന്നുപോയി കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് സംഘത്തിൻ്റെ ഇന്നത്തെ മുതിർന്ന പ്രചാരകനായിരിക്കുന്ന ആ വിനോദ്ജി ഞങ്ങളിൽ ചിലരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 2012 മുതൽ വീണ്ടും ഈ സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തുന്നത്. ആ ഹിന്ദു സമ്മേളനത്തിൻ്റെ പ്രേരണാ സ്രോതസ് മുമ്പിൽ നടന്ന് കാണാനില്ലെങ്കിലും ശരി, ഞങ്ങളുടെ മനസ്സിലെല്ലാം സ്വാമിജി ഉണ്ട്. സ്വാമിജിയുടെ അദൃശ്യമായ ദൃഷ്ടി പ്രവർത്തകരിലുണ്ട്, അത് നടത്തപ്പെടുന്ന ആളുകളിലുണ്ട്, ആ മൈതാനത്തുണ്ട്, ആ പ്രദേശത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ലോകത്തിൽ എല്ലാ ഭാഗത്തുമുണ്ട്. സ്വാമിജിയുടെ പ്രേരണ എല്ലാവർക്കും ഒപ്പമുണ്ടാകും. ആ പ്രേരക ശക്തി ഇനിയും ഇതേപോലുള്ള പരിപാടികൾ നടത്തി വിജയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് സ്വാമിജിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്.